الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله سبحانه وتعالى كتابلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും മുതവാത്തിറായ രൂപത്തിൽ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ അനേകം തെളിവുകൾ വന്ന വിഷയമാണ് പണ്ഡിതന്മാർക്ക് മുസ്ലിം ഉമ്മത്തിലുള്ള ശ്രദ്ധ. ഉലമാക്കൾക്ക് ഈ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സ്ഥാനം വളരെ വലുതാണ്. അഹ്ലുൽ കിതാബുകാർ യഹൂദരും നസ്രാനികളും അവരുടെ നാശത്തിന്റെ കാരണം അവരിലെ പണ്ഡിതന്മാരായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് പ്രത്യേകമായി സംരക്ഷണം നൽകിയിരിക്കുന്നു. ഈ ഉമ്മത്തിന്റെ സുരക്ഷ പണ്ഡിതന്മാരിലാണ്. ഈ ഉമ്മത്ത് വഴികേടിലാകാതിരിക്കുന്നത് ഉലമാക്കളെ പിൻപറ്റുന്ന സന്ദർഭത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. യഹൂദരിലെയും നസ്രാനികളിലെയും പുരോഹിതന്മാർ, പണ്ഡിതന്മാർ അവർ ജനങ്ങളുടെ സമ്പാദ്യം അന്യായമായി തിന്നുന്ന ആളുകളാണ്. യഹൂദ നസ്രാനികളിലെ പണ്ഡിതന്മാരുടെ അവസ്ഥ ഇതാണ്. എന്നാൽ ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിൽ ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹു والملائكة وأولو العلم قائما بالقسط. شهد الله അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്താണ് അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം, ഏറ്റവും മഹത്തരമായ സാക്ഷ്യവചനം, അതിന് അല്ലാഹു സാക്ഷിയാണ്. ആകാശങ്ങൾക്കു മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അത് സാക്ഷ്യം വഹിക്കുന്നവനായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. വൽ മലായിക, ആകാശങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് സാക്ഷ്യം വഹിക്കുന്നവരായുള്ളത് മലക്കുകളാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമന്മാരായ മലക്കുകൾ. വഉലുൽ ഇൽം, മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്കും മലക്കുകളിലേക്കും ചേർത്തി പറഞ്ഞുകൊണ്ട് അല്ലാഹു മൂന്നാമത്തെ വിഭാഗത്തെ പരിചയപ്പെടുത്തി. വഉലുൽ ഇൽം, പണ്ഡിതന്മാർ, ഉലമാക്കൾ, അറിവ് നൽകപ്പെട്ട ആളുകൾ.
അവരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന് മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിക്കുന്നവനായി അല്ലാഹുവിനെയാണ് അറിയിച്ചത്. ആകാശത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിക്കുന്നവരായി ഉള്ളത് മലക്കുകളാണ്. എന്നാൽ ഭൂമി ലോകത്ത് ഈ കലിമത്ത് സാക്ഷ്യം വഹിക്കുന്നത്, അതിന്റെ യഥാർത്ഥ സാക്ഷികൾ പണ്ഡിതന്മാരാണ്, ഉലമാക്കളാണ്. അൽ ഇമാമുൽ ഖുർത്തുബി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ, ഈ പ്രപഞ്ചത്തിൽ ഉലമാക്കളെ മാറ്റി നിർത്തിയാൽ അതിനേക്കാൾ ശ്രേഷ്ഠരായി മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് ഇക്കാര്യം സാക്ഷ്യം വഹിപ്പിക്കുമായിരുന്നു. ഈ പ്രപഞ്ചത്തിലെ ഉലമാക്കളെക്കാൾ ശ്രേഷ്ഠരായി മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അതുകൊണ്ട് ഉലമാക്കൾക്കുള്ള, പണ്ഡിതന്മാർക്കുള്ള ശ്രേഷ്ഠതയാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഉമ്മത്ത് നേർവഴിയിലൂടെ നടക്കുക ഉലമാക്കളെ പിൻപറ്റുന്ന സന്ദർഭത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ നിന്ന് ഇൽമിനെ പിടികൂടുക ഒരൊറ്റയടിക്കല്ല, വലാകിൻ ബിഖബ്ദിൽ ഉലമാ, മറിച്ച് അവരിൽ നിന്ന് അല്ലാഹു ഇൽമിനെ പിടികൂടുക ഉലമാക്കളുടെ മരണത്തിലൂടെയായിരിക്കും. ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ ഇത്തഖദ الناس റൂസൻ ജുഹാല. അങ്ങനെ ഈ ജനങ്ങളിൽ ആലിമീങ്ങൾ ബാക്കിയാകാതെ വന്നാൽ, ഒരു ആലിമുമില്ലാതെ വന്നാൽ, ജനങ്ങൾ ജാഹിലുകളെ, അറിവില്ലാത്തവരെ നേതാക്കന്മാരാക്കി സ്വീകരിക്കും. ഫസുഇലു ഫഅഫ്തു ബിഗൈരി ഇൽമിൻ ഫദല്ലു വഅദല്ലു. അങ്ങനെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടും, അവരറിവില്ലാതെ ഉത്തരം നൽകും, അങ്ങനെ ജനങ്ങൾ വഴികേടിലായിത്തീരും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളങ്ങൾ എണ്ണിയ സന്ദർഭത്തിൽ അതിൽ ആദ്യത്തെ അടയാളമായി പറഞ്ഞു, യഖില്ലുൽ ഇൽം, ഇൽമു കുറയുന്ന സന്ദർഭമുണ്ടാകും, ഉലമാക്കളില്ലാതെയാകും, പണ്ഡിതന്മാർ നശിച്ചു പോകും. കഴിഞ്ഞ തവണ നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, നിങ്ങൾക്കൊരു കാലഘട്ടം വരും, ഉലമാക്കൾ കുറയുന്ന കാലഘട്ടമായിരിക്കും അത്, പണ്ഡിതന്മാർ കുറയും. അപ്പോഴാണ് ഈ ഉമ്മത്തിന് നാശമുണ്ടാകുക, അപ്പോഴാണ് ഈ ഉമ്മത്തിന്റെ നേതൃത്വം എടുത്തുമാറ്റപ്പെടുക, അപ്പോഴാണ് ഈ സമുദായം അപമാനത്തിലേക്കും പ്രയാസങ്ങളിലേക്കും ഫിത്നകളിലേക്കും കൂപ്പുകുത്തി വീഴുക. എന്നാൽ ഉലമാക്കളുടെ പിന്നിൽ നടന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന തെളിവുകൾ ഖുർആനിലും സുന്നത്തിലും ധാരാളമുണ്ട്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് സൂറത്തു നിസായിലെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും. ഹേ മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വഅത്തിഉർ റസൂൽ, നിങ്ങൾ റസൂലിനെ അനുസരിക്കണം, വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഉലുൽ അംറിനെയും നിങ്ങൾ അനുസരിക്കണം. ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ഉലുൽ അംർ അവരാരാണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് പ്രബലമായ രണ്ടഭിപ്രായങ്ങളാണുള്ളത്. ഒരു വിഭാഗം പറഞ്ഞു, ഉലുൽ അംർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളിലെ കൈകാര്യകർത്താക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ അനുസരിക്കൽ നിർബന്ധ ബാധ്യതയായിട്ടുള്ള ഉലുൽ അംർ ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം, ഒന്നാമത്തെ വിഭാഗം പറഞ്ഞു, അതിന്റെ ഉദ്ദേശം പണ്ഡിതന്മാരാണ്, ഉലമാക്കളാണ്, അവരെ അനുസരിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. അൽ ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ നൽകുന്ന ഫത്വകളെ അനുസരിക്കുക എന്നത് അവരുടെ മേൽ നിർബന്ധമായ കാര്യമാണ് എന്നതിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഇജ്മാ ഉണ്ട്. മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ച കാര്യമാണത്. ഒരു സാധാരണക്കാരൻ അവനൊരു പണ്ഡിതനോട് ഫത്വ ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഫത്വ അവന് ലഭിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക, അനുസരിക്കുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ വാജിബായ കാര്യമാണ് എന്നതിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഇജ്മാ ഉണ്ട് എന്ന് അവരെല്ലാവരും യോജിച്ച കാര്യമാണത്. ഒരു വിഭാഗം പറഞ്ഞു ഉലുൽ അംർ എന്നതിന്റെ ഉദ്ദേശം പണ്ഡിതന്മാരാണ്. മറ്റൊരു വിഭാഗം പറഞ്ഞു ഉലുൽ അംർ എന്നതിന്റെ ഉദ്ദേശം ഭരണാധികാരികളാണ്, ഇസ്ലാമിക ഭരണാധികാരികൾ, മുസ്ലിം രാജ്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഭരണാധികാരികളാണ് അവിടുത്തെ ഉദ്ദേശം.
ഈ ആയത്തിനെ വിശദീകരിക്കവേ അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, വത്തഹ്ഖീഖു, ഈ വിഷയത്തിലുള്ള ശരി എന്താണെന്ന് ചോദിച്ചാൽ അന്നൽ ഉമറാ ഇന്നമാ യുതാഊന ഫീ അന്നൽ ഉമറാ ഇന്നമാ യുതാഊന ഇദാ അമറു ബിമുഖ്തദൽ ഇൽം, ഭരണാധികാരികൾ അവർക്കുള്ള അനുസരണം വാജിബാകുന്നത് അവർ ഇൽമനുസരിച്ച്, വിജ്ഞാനമനുസരിച്ച്, ഉലമാക്കൾ പറയുന്നതിനനുസരിച്ച് വിധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഭരണാധികാരികൾക്കുള്ള അനുസരണം പോലും ഉലമാക്കൾക്കുള്ള അനുസരണത്തിന് ശേഷമാണ്. ഉലമാക്കൾ പറയുന്നതിനനുസരിച്ച് അവർ മുന്നോട്ടു പോകുന്ന സന്ദർഭത്തിലാണ് അവർക്ക് അനുസരണം വേണ്ടത്. ഉലമാക്കൾ അവരനുസരിക്കാൻ പറയുമ്പോഴാണ് സാധാരണക്കാർ അവരെ അനുസരിക്കേണ്ടത്. ഉലമാക്കൾ അവർക്കെതിരെ തിരിയാൻ പറഞ്ഞാൽ, ഉലമാക്കൾ ഇന്ന ഭരണാധികാരി കാഫിറാണെന്ന് പറയുകയും അവർക്കെതിരെ തിരിയേണ്ടത് ഈ സന്ദർഭത്തിൽ അനിവാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറയുകയും ചെയ്താൽ അതനുസരിക്കലാണ് സാധാരണക്കാരന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന കാര്യത്തിൽ ഒരാൾക്കും തന്നെ അനുസരണമില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ അവർ അല്ലാഹുവിന്റെ കിതാബ് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്, അതിനെയാണ് അനുസരിക്കേണ്ടത്. ഭരണാധികാരികൾക്കുള്ള അനുസരണം പോലും പണ്ഡിതന്മാർക്കുള്ള അനുസരണത്തിന് കീഴെയാണ്. ശരി, പണ്ഡിതന്മാരെ എപ്പോഴാണ് അനുസരിക്കേണ്ടത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, പണ്ഡിതന്മാരെ അനുസരിക്കേണ്ടത് ഫകമാ അന്ന ത്വാഅത്തൽ ഉലമാഇ തബഉൻ ലിത്വാഅത്തിർ റസൂൽ, പണ്ഡിതന്മാരെ അനുസരിക്കേണ്ടത് പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കുമ്പോഴാണ്. അപ്പോൾ ചുരുക്കത്തിൽ അല്ലാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിന്റെ ഭാഗമാണ് പണ്ഡിതന്മാരെ അനുസരിക്കൽ. അവരെ അനുസരിക്കുമ്പോൾ മാത്രമാണ് മുസ്ലിം ഉമ്മത്തിന്റെ ദുനിയാവും ദീനും ശരിയാകുന്നത്. ദീനും ദുനിയാവും ശരിയാകണമെങ്കിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബും റസൂലുള്ളാഹിയുടെ സുന്നത്തും അനുസരിച്ച് വിധിക്കുന്ന ശരിയായ പണ്ഡിതന്മാരിലേക്ക് മടങ്ങേണ്ടതുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ രണ്ടിടങ്ങളിൽ പറഞ്ഞു, ഒരുപോലെ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു, ഫസ്അലൂ അഹ്ല الذിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, ഫസ്അലൂ അഹ്ല الذിക്ർ, നിങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിക്കുക. ഫസ്അലൂ, നിങ്ങൾ ചോദിക്കുക. ഇത് കൽപ്പനയാണ്. പണ്ഡിതന്മാർ പറയാറുള്ളതുപോലെ അൽ അസ്ലു ഫിൽ അംറിൽ വുജൂബ്, ഒരു കാര്യം അല്ലാഹു കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കാര്യം വാജിബാണ് എന്നാണ്, നിർബന്ധമാണ് എന്നാണ്. ഫസ്അലൂ അഹ്ല الذിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക, അറിവുള്ളവരോട് ചോദിക്കുക. ആ ചോദ്യം വാജിബാണ്, നിർബന്ധമാണ്. ഒരു മനുഷ്യൻ അവന് ചോദിക്കാൻ പണ്ഡിതന്മാർ മുന്നിലുണ്ട്, എന്നിട്ടും അവൻ തന്റെ മുന്നിൽ കാണുന്ന ഫിത്നകളിൽ, പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, അവന് ഹലാൽ ഹറാമുകൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത വിഷയങ്ങളിൽ അവൻ പണ്ഡിതന്മാർ അവിടെയുണ്ട്, പക്ഷെ ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ തിന്മയിലാണ് വീണുപോയിട്ടുള്ളത്, അബദ്ധത്തിലാണ് വീണുപോയിട്ടുള്ളത്. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. ചില വിഷയങ്ങൾ അവർക്ക് സംശയമുണ്ടാകും, പക്ഷെ അവർ ചോദിക്കില്ല. അവർ പറയും, ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് അറിയും, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പാലിക്കൽ നിർബന്ധമാണ്, അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ചോദിക്കാൻ അർഹരായ പണ്ഡിതന്മാർ അവരുടെ അടുത്തുണ്ടെങ്കിൽ, അവർക്ക് ചോദിക്കാൻ സാധിക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ ചോദിക്കൽ നിർബന്ധമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസ്അലൂ അഹ്ല الذിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കണം. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിന്റെ കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത് പണ്ഡിതന്മാരെയാണ്. അവരാണ് അല്ലാഹുവിന്റെ ശുഹദാക്കൾ, അവരാണ് അല്ലാഹുവിന്റെ സാക്ഷികൾ. അവരുടെ വാക്കുകളാണ് പിൻപറ്റപ്പെടുകയും അവരുടെ വാക്കുകൾ, അതിൽ നിന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഇന്ന് ചിലർ ചെയ്യുന്നത് പോലെ അവർ സ്വയം ഖുർആൻ മറിക്കുകയും റസൂലുള്ളാഹിയുടെ സുന്നത്തുകൾ വായിക്കുകയും ഇന്റർനെറ്റിലൂടെ തപ്പി തങ്ങൾക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ആയത്തുകൾ പാലിക്കുന്നവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫസ്അലൂ അഹ്ല الذിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, വഇന്നമാ ശിഫാഉൽ അയ്യി അസ്വാൽ, അറിവില്ലായ്മക്കുള്ള മരുന്ന് അറിവുള്ളവരോട് ചോദിക്കലാണ്.
ചോദിക്കാതെ പ്രവർത്തിക്കലല്ല. എനിക്ക് മനസ്സിലായത് ഇതാണ്, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എന്റെ വായനയിൽ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പണ്ഡിതന്മാർക്കെതിരാകുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കിതാബിനാണ്, അള്ളാഹുവിന്റെ കിതാബിലെ കൽപ്പനയോടാണ് എതിരാകുന്നത് എന്ന് മനസ്സിലാക്കട്ടെ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉലമാക്കൾ, പണ്ഡിതന്മാർ അവരുടെ ശ്രേഷ്ഠത പ്രത്യേകമായി എടുത്തു പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞു, സൂറത്തു അൽ അൻകബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്. ഇതാ ഈ കാണുന്ന ഉദാഹരണങ്ങൾ നാം ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു. വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അറിവുള്ള ആലിമീങ്ങൾക്കല്ലാതെ, വിജ്ഞാനമുള്ള പണ്ഡിതന്മാർക്കല്ലാതെ ആ ഉദാഹരണങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഈ ആയത്തിനെ വിശദീകരിക്കവേ അൽ-ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, വമാ യഫ്ഹമുഹാ വയതദബ്ബറുഹാ ഇല്ല الراسخون في العلم المتضلعون منه. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഉപമകൾ, ഉദാഹരണങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഇല്ല الراسخون في العلم, ഇല്ല الراسخون في العلم. ഇൽമിൽ അടിയുറച്ചു പോയ ആളുകൾക്കല്ലാതെ, ഇൽമിൽ ആഴത്തിൽ വേരൂന്നിയ ആളുകൾക്കല്ലാതെ, അറബി വായിക്കാൻ അറിയുന്നവർക്ക് എന്നല്ല, എന്തെങ്കിലും കുറച്ച് അവിടെയും ഇവിടെയും പോയി പഠിച്ച ആളുകൾക്ക് എന്നല്ല, 6-8 വർഷം കോളേജുകളിൽ പഠിച്ചവർക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഖിന്റെ കീഴിലിരുന്നവർക്കോ എന്നല്ല. ഇൽമിൽ, വിജ്ഞാനത്തിൽ ആഴത്തിൽ വേരൂന്നിയ ആളുകൾ. സുബ്ഹാനല്ലാഹ്, അതെന്തുമാത്രം ദൂരം നടക്കേണ്ട, എന്തുമാത്രം കിലോമീറ്ററുകൾ താണ്ടേണ്ട വലിയ ദൂരമുള്ള യാത്രയാണ്. അത് കേവലം 6, 8, 10, 20 വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല. ഇൽമും അമലുമാകുന്ന വഴിയിലൂടെ അനേകം വർഷങ്ങൾ നടന്നാൽ, താടി നരച്ചാൽ, ഇൽമിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തലമുടി നരച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ശയ്യബത്നി ഹൂദു അഖവാതുഹ, എന്റെ തലമുടി നരപ്പിച്ചത് ഹൂദും സൂറത്തുൽ ഹൂദും അതുപോലെ അതിന്റെ സഹോദരിമാരുമാണ്. അങ്ങനെ ഖുർആനിനെ കുറിച്ച് ചിന്തിച്ചവർ, മനസ്സിലാക്കിയവർ, അതിന്റെ അറിവിന്റെ ആഴങ്ങളിലേക്ക്, സമുദ്രത്തിലേക്ക് ഊളിയിട്ട ആളുകൾ, അവരാണ് الراسخون في العلم. അവരാണ് ഇൽമിൽ ആഴത്തിൽ വരുന്ന ആളുകൾ. അൽ മുതദല്ലിഊന മിൻഹ്, ഇൽമു കൊണ്ട് നിറഞ്ഞ ആളുകൾ. അതവരുടെ മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അവർ സംസാരിച്ചാൽ അത് ഇൽമാണ്, അവർ പ്രവർത്തിച്ചാൽ അതിൽ ഇൽമുണ്ട്, അവരെഴുതിയാൽ അതിൽ അള്ളാഹുവിന്റെ കിതാബിന്റെയും റസൂലുള്ളാഹിയുടെ സുന്നത്തിന്റെയും മടമടിച്ചു വീശും. അവരുടെ സംസാരത്തിൽ ഹിക്മത്തുണ്ട്. ഇവരാണ് ഉലമാക്കൾ, ഇവരാണ് പണ്ഡിതന്മാർ. അതല്ലാതെ ഏതൊക്കെയോ ചില വർഷങ്ങളിൽ ഏതൊക്കെയോ ചില കിതാബുകൾ വായിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ മിമ്പറുകളിൽ കയറി സംസാരിക്കുന്ന ആളുകളല്ല, പ്രായം വന്നിട്ടില്ലാത്ത ആളുകളല്ല, പക്വതയില്ലാത്ത ആളുകളല്ല. ഉലമാക്കൾ, ശരിയായ പണ്ഡിതന്മാർ, അവരോടാണ് ചോദിക്കേണ്ടത്, അവരെയാണ് പിൻപറ്റേണ്ടത്. അവരുടെ കാര്യത്തിലാണ് അല്ലാഹു പറഞ്ഞത്, വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ആലിമീങ്ങൾക്കല്ലാതെ അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സഹോദര, ഇന്ന് നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം പറയുന്നു, ഇതാ ഇങ്ങനെ അഭിപ്രായമുണ്ട്, അങ്ങനെ അഭിപ്രായമുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ശരിയെന്നാണ്, ഞാൻ പത്രങ്ങളിൽ വായിക്കുന്നത് ഇതാണ്, ഞാൻ അവിടെ കാണുന്നത് ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്, അറബി അറിയുന്ന ചില ആളുകൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ ആളുകൾ ഫിത്നകളിൽ സുബ്ഹാനല്ലാഹ് കന്നുകാലികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവരെ വടികാട്ടാൻ ആരുമില്ല. അവർ തങ്ങൾക്ക് ലഭിച്ച ചെറിയ ഇൽമു കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർ വിചാരിക്കുന്നത് ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇൽമെന്നറിയാത്ത ആളുകൾ. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഇദാ കുൻത ലാ തദ്രി ഇൻ കുൻത ലാ തദ്രി ഫതിൽക മുസീബ, നിനക്കറിയില്ലെങ്കിൽ അതൊരു മുസീബത്തൻ. വഇൻ കുൻത തദ്രി ഫൽ മുസീബത്തു അഅ്ദമു, ഇനി നിനക്കറിഞ്ഞിട്ടാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ മുസീബത്ത് അതിനേക്കാൾ ഗുരുതരമാണ്, അത് കൂടുതൽ കുഴപ്പമാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഇന്ന് ചില ആളുകൾ അവർക്കറിയില്ലെന്ന് മാത്രമല്ല അവർക്കറിയില്ലെന്നതും അവർക്കറിയില്ല.
അവരുടെ സ്ഥാനം എന്താണ് എന്ന് അവർക്കറിയില്ല. റഹിമല്ലാഹു മൻ അറഫ ഖദ്റ നഫ്സിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം നിലവാരം അറിഞ്ഞ ആളുകൾക്ക് റഹ്മത്ത് ചൊരിഞ്ഞിരിക്കുന്നു. ഇന്ന് ചിലർ ഉലമാക്കളെ പോലെ സംസാരിക്കുന്നു. ഫിത്നകളിൽ, പ്രയാസങ്ങളിൽ, വലിയ വലിയ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തുന്ന കാര്യത്തിൽ, തക്ഫീറിന്റെ കാര്യത്തിൽ വലിയ വലിയ വിഷയങ്ങളിൽ ആളുകൾ സംസാരിക്കുന്നു. അവരുടെ സംസാരത്തിന്റെ അടിസ്ഥാനം പണ്ഡിതന്മാരല്ല. അവർ പറയുന്നു, ഇതാ ഞങ്ങൾ ഇന്ന ന്യൂസ് പേപ്പറിൽ കണ്ടത് ഇതാണ്, ഇന്ന ന്യൂസ് പേപ്പറിൽ കണ്ട ഇന്ന മന്ത്രി പറഞ്ഞത് ഇതാണ്, ഇന്ന രാജ്യത്തിന്റെ ഭരണാധികാരി പറഞ്ഞത് ഇതാണ്. അവരുടെ അടുക്കൽ കിതാബോ സുന്നത്തോ ഇല്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദര, നീ പിൻപറ്റേണ്ടത് ഉലമ. നീ നിന്റെ കാര്യം ആലോചിക്കുക. അല്ലാഹു പറഞ്ഞു സുബ്ഹാനഹു വ തആല, വമാ യഅഖിലുഹാ ഇല്ല അൽ ആലിമൂൻ. ആലിമീങ്ങൾക്കല്ലാതെ അതറിയാൻ കഴിയുകയില്ല. നീ ഖുർആൻ മറിക്കുക. എത്ര എത്ര ആയത്തുകൾ, 6000-ൽ ചില്ലാനം ആയത്തുകൾ ഖുർആനിലുണ്ട്. ആ ആയത്തുകൾ ഓരോന്നും നീ മറിക്കുക. എത്ര ആയത്തുകൾ നിനക്കറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച, അവന്റെ ഹിക്മത്ത് ഒളിപ്പിച്ചു വെച്ച അല്ലാഹു ഉപമകൾ പറഞ്ഞ ആയത്തുകൾ അവിടെ നിൽക്കട്ടെ. മുഹ്കമായ ആയത്തുകൾ, വ്യക്തമായ വിധി പറയുന്ന ആയത്തുകൾ നീ തുറക്കുക. നിനക്ക് എത്ര മനസ്സിലാകും അതിൽ നിന്ന്? എത്ര അറിയാം നിനക്ക്? സഹോദര, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ സംസാരിക്കുക എന്നത് ഗൗരവമുള്ളതാണ്. അത് ഉലമാക്കൾക്ക് നീ വിട്ടുകൊടുക്കുക. അവരാണ് ആ വിഷയത്തിൽ പറയേണ്ടത്, അവരാണ് വിഷയത്തിൽ സംസാരിക്കേണ്ടത്. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ സഹാബികളിൽ ചിലർക്ക് വിഷമമുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തിൽ. അങ്ങനെ ചില ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില വാക്കുകൾ എതിർത്തു പറഞ്ഞു. കാലം കഴിഞ്ഞപ്പോൾ ഹുദൈബിയ സന്ധിയിൽ വലിയ വിജയമുണ്ടായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളിലൂടെ അവർക്ക് മനസ്സിലായി. ഹുദൈബിയ സന്ധി വലിയ വിജയമായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. പിൽക്കാലഘട്ടത്തിൽ വന്ന ആളുകൾക്ക് സഹാബികൾ നൽകിയ ഉപദേശം ഇതായിരുന്നു: യാ അയ്യുഹന്നാസ് ഇത്തഹിമു റഅയക്കും. ഹേ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ സംശയിക്കുക. ഞങ്ങൾ ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തിൽ സംശയത്തിലായിരുന്നു. പക്ഷേ പിന്നീട് അതിന്റെ അവസാനം എന്തായി? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അവർക്ക് വലിയ വിജയം നൽകി. എന്നാൽ ഇന്ന് ചില ആളുകൾ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് അത് തിരിച്ചു നേടേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉലമാക്കളുടെ വാക്കുകൾ അതിരുകടക്കുന്നു, അവരുടെ വാക്കുകളെ തള്ളിക്കളയുന്നു. ചില ആളുകൾ, അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ, അവർ പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഈ വയസ്സന്റെ ഫത്വ എന്തുമാത്രം മോശമാണ്. ചില ആളുകൾ പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ, അവർ വിശേഷിപ്പിക്കുന്നത് വയസ്സേറെ ചെന്ന പണ്ഡിതന്മാരെയാണ്. ഇതാ ഈ വയസ്സന്റെ ഫത്വ അത് മുസ്ലിം ഉമ്മത്തിന് എന്തുമാത്രം ഉപദ്രവകരമാണ്. ഫലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നാണ് മുസ്ലിം ഉമ്മത്തിന്റെ യുവാക്കളുടെ നാവ് ഇത്രമാത്രം നീണ്ടുപോയത്? എന്നാണ് അവരിലെ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൽ ബറകതു മഅ കബീരിക്കും, നിങ്ങളിലെ ബറക്കത്തുള്ളത് നിങ്ങളിലെ വയസ്സു ചെന്ന പണ്ഡിതന്മാരിലാണ്. അൽ ബറകതു മഅ കബീരിക്കും, വയസ്സു ചെന്ന പണ്ഡിതന്മാരിലാണ് നിങ്ങൾക്ക് ബറക്കത്തുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഇവന്റെ ചെവിയിലേക്ക് എത്തിയിട്ടില്ലേ? അതുകൊണ്ട് സഹോദര, നീ നിന്റെ ബുദ്ധിയെ സംശയിക്കുക, നീ നിന്റെ അറിവിനെ സംശയിക്കുക. നീ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ മാർഗത്തിൽ ആഴത്തിൽ വേരൂന്നിയ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നതിന് മുൻപ് നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നരകം മുന്നിൽ കാണുക. അൽ-ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം സിനാൻ ഇബ്നു അംർ ഇബ്നു മുർറ അദ്ദേഹത്തിൻ്റെതായി ഒരു വാക്കെടുത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാ മറർതു ബിആയത്തിൻ മിൻ കിതാബില്ലാഹ് ലാ അഅരിഫുഹാ ഇല്ലാ അഹ്സനനി. അല്ലാഹുവിന്റെ കിതാബിൽ ഏതൊരായത്തിലൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ആയത്തുകൾ വന്നു കഴിഞ്ഞാൽ ഇല്ലാ അഹ്സനനി, അതെന്നെ വിഷമിപ്പിക്കാതിരുന്നിട്ടില്ല. കാരണം ഞാനൊരു ആലിമല്ല, ഞാനൊരു ആലിമായിട്ടില്ല എന്നതുകൊണ്ട് അതവരെ വിഷമിപ്പിക്കുകയാണ്. എത്ര ആയത്തുകൾ നമ്മുടെ മുസ്ഹഫിൽ, എത്ര എത്ര ആയത്തുകളാണ് നമുക്കറിയാത്തതുള്ളത്. നമുക്കറിയുന്ന ആയത്തുകൾ എണ്ണിക്കഴിഞ്ഞാൽ ഖുർആനിന്റെ പകുതി ആയത്തുകളെങ്കിലും എത്തുമോ? അതിന്റെ കാൽഭാഗമെങ്കിലും എത്തുമോ?
ഇല്ല അമ്മ ജുസെങ്കിലും എത്തുമോ? അതിന്റെ 30-ൽ1 ഭാഗമാണത്. അതിൽ പോലും എത്ര ആയത്തുകളാണ് നമുക്കറിയാത്തതുള്ളത്. മുൻഗാമികൾ പറയുന്നു, ഞങ്ങൾക്കത് മനസ്സിലാകാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ഡിതന്മാരല്ല എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിന്റെ ദീനിലെ ഇൽമുള്ളവർ, അറിവുള്ളവരാണ് സംസാരിക്കേണ്ടത്. അവരുടെ വാക്കുകളെയാണ് പിൻപറ്റാൻ. നീ അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ, നീ ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്നാൽ ചിലപ്പോൾ അയാൾ കാഫിറായിരിക്കും, യഹൂദനായിരിക്കും. ഒരു ഡോക്ടറുടെ അടുക്കൽ നീ ചെന്നു കഴിഞ്ഞാൽ നിന്റെ രോഗം ഭേദമാക്കുന്നതിന് വേണ്ടി നീ ഒരു ഡോക്ടറുടെ മുന്നിൽ പോയിരിക്കുകയാണ്. അയാൾ പറയും, ഇതാ ഇന്ന മരുന്നുകൾ കഴിക്കണം, ഇന്ന രൂപത്തിൽ നീ ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തണം. ചിലപ്പോൾ അയാൾ പറയും, ഇന്ന ശസ്ത്രക്രിയകൾ നിനക്ക് ആവശ്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഈ കാഫിറായ യഹൂദനായ ഡോക്ടർ, വൈദ്യർ, അയാളുടെ കൈകളുടെ അബദ്ധം കൊണ്ട് എത്രയോ പേർ ഖബറിലായിട്ടുണ്ട്, എത്രയോ പേർ മരിച്ചുപോയത് ഇയാളുടെ അബദ്ധം കൊണ്ടാണ്, അയാളുടെ കൈ അബദ്ധം കൊണ്ട്. പക്ഷേ നീ അയാളുടെ മുന്നിൽ ത്വമഅനീനത്തുള്ള മനസ്സുമായി, ശാന്തമായ മനസ്സുമായി നീ ഇരുന്നു കൊടുക്കുന്നു. നീ അയാളുടെ മരുന്ന് ഒരു ചോദ്യം പോലും ഇല്ലാതെ അയാൾ പറയുകയാണ്, ഭക്ഷണത്തിന് മുൻപ് നീ ഇത് കഴിക്കണം, ഭക്ഷണത്തിന് ശേഷം ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നീ ചോദിക്കുന്നില്ല, എന്തുകൊണ്ട് ഭക്ഷണത്തിന് മുൻപ്, എന്തുകൊണ്ട് ഭക്ഷണത്തിന് ശേഷം ചോദിക്കുന്നില്ല. സമഅൻ വതാഅ, കേൾക്കുന്നു, അനുസരിക്കുന്നു. ഇതാണ് ഡോക്ടർമാരുടെ മുന്നിൽ നീ ചെയ്യുന്നത്. പക്ഷേ ആ ഡോക്ടർമാർ അവരുടെ കൈകളുടെ അബദ്ധം എത്രയോ ആളുകളെ ഖബറിലാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും നിനക്ക് പേടിയില്ല, നീ അനുസരിക്കുന്നു. എന്നാൽ ദീനിന്റെ തബീബുമാരായ അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ, വദാക തബീബുർ റബ്ബാനി, അല്ലാഹുവിന്റെ ദീൻ പഠിച്ച, റബ്ബിന്റെ ദീൻ മനസ്സിലാക്കിയ, വദാക തബീബുർ റബ്ബാനി, ആ തബീബ്, ആ ഡോക്ടർ, അല്ലാഹുവിന്റെ ദീൻ അതിന്റെ ഉള്ളറകൾ മനസ്സിലാക്കിയ ആ ഡോക്ടർ, ആ വൈദ്യർ, അയാളുടെ വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ ആളുകൾ സ്വയം പിന്നെയും ചിന്തിക്കും, പിന്നെയും അവർ തങ്ങളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. ഒരു മനുഷ്യൻ അയാൾ വീട് പണിയുകയാണെങ്കിൽ ആ വീടുണ്ടാക്കാൻ, അത് ശരിയാക്കാൻ, അതിലെ കേടുപാടുകൾ തീർക്കാൻ അയാൾ ഒരിക്കലും സ്വയം മുതിരുകയില്ല. ഇലക്ട്രോണിക്സിന്റെ വല്ല കാര്യവും കേടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആളുകൾ അതിന്റെ ആളുകളെ വിളിക്കും, എന്നിട്ട് ശരിയാക്കാൻ പറയും. അവരത് കൈകൊണ്ട് തൊടുകയില്ല. കാരണം എന്താണ്? ഓരോ കാര്യങ്ങൾക്കും അതിന്റെ ആളുകളുണ്ട്, അത് പഠിച്ച ആളുകളുണ്ട്. വീടിന്റെ പ്ലാൻ ഉണ്ടാക്കാൻ നിങ്ങൾ ഒരിക്കലും ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ കൊടുക്കുകയില്ല. എല്ലാത്തിനും അതിന്റേതായ ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകൾ പണ്ഡിതന്മാരാണ്, അവരുടെ വാക്കുകളാണ് കേൾക്കേണ്ടത്. ഇത് എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. സുബ്ഹാനല്ലാഹ്, അവർ പിന്നെയും പിന്നെയും സത്യസന്ധന്മാരായ പണ്ഡിതന്മാർ വർഷങ്ങളായി ഒരു ദിവസം ഈ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്ന ആളുകൾ ഒരു ദിവസം, ഒരൊറ്റ ദിവസം അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി മാറിയിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാകും അതിലെന്തുമാത്രം പ്രയാസമുണ്ട് എന്ന്. ഒരു ദിവസം ഒന്ന് ഭാഷ പഠിക്കാൻ വേണ്ടി മാറിയിരുന്നാൽ, ഒന്ന് ഫഅല ഫഅല എന്നത് പഠിക്കാൻ വേണ്ടി മാറിയിരുന്നാൽ അവർക്ക് മനസ്സിലാകും ഇതിനെന്തുമാത്രം പ്രയാസമുണ്ട് എന്ന്. എളുപ്പമാണ് എല്ലാവർക്കും ഇവിടെ നിന്ന് പറയാൻ പണ്ഡിതന്മാർ മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിക്കുന്നവരാണ് എന്ന് പറയാൻ. അവരാ പ്രായത്തിലേക്ക് എത്തിയത്, അവർ പണ്ഡിതന്മാരെന്ന് വിളി കേട്ടത് ഇന്നലെ രാത്രി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കേട്ട വിളിയല്ലാതെ വർഷങ്ങളുടെ പരിശ്രമമാണത്. നീ ജനിക്കുന്നതിന് മുൻപ് അവർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സേവനം അർപ്പിച്ചവരാണ്. അതുകൊണ്ട് സ്വന്തം ഖദർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സ്വന്തം നിലവാരം. പണ്ഡിതന്മാർക്കെതിരെ തിരിയുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഫിത്നകളിൽ ഉലമാക്കളുടെ ഫത്വകൾക്ക് മീതെ കയറുന്നവർ, അവർ അള്ളാഹുവിന്റെ മുന്നിൽ എന്തു മറുപടിയാണ് നാളെ പറയേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ. അല്ലാഹുവിനെ യഥാരൂപത്തിൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹുവിനെ യഥാരൂപത്തിൽ ഭയക്കുന്നത് പണ്ഡിതന്മാർ മാത്രമാണ്. പണ്ഡിതന്മാർ മാത്രമാണ്. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാരാണ് എന്നല്ല, പണ്ഡിതന്മാർ മാത്രമാണ്. അതാണ് അതിന്റെ അർത്ഥം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ. അള്ളാഹുവിനെ യഥാരൂപത്തിൽ ശരിക്കും ഭയക്കുന്നത്
പണ്ഡിതന്മാർ മാത്രമാണ്, അവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ശരിയായ ഭയം, ശരിയായ പേടി അത് പണ്ഡിതന്മാർക്ക് മാത്രമുള്ളതാണ്. അത് എത്രമാത്രം ആ സ്ഥാനത്തിലേക്കൊരു സാധാരണക്കാരൻ എത്താൻ ശ്രമിച്ചാലും അയാൾക്കത് സാധിക്കുകയില്ല. കാരണം ഈ അറിവ്, ഈ ഖശിയ, ഈ ഭയം അത് അറിവിൽ നിന്നുണ്ടാകുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്ന അഅലമകും ബില്ലാഹി വഅഖ്ശാകും അന. നോക്കൂ നിങ്ങൾ, ഇന്ന അഅലമകും ബില്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് ഞാനാണ്. വഅഖ്ശാകും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയക്കുന്നതും ഞാനാണ്. ഈ രണ്ട് കാര്യവും റസൂലുള്ളാഹി ഒരുമിച്ചാണ് പറഞ്ഞത്. ഇന്ന അഅലമകും വഅഖ്ശാകും, അല്ലാഹുവിനെ ഏറ്റവും അറിയുന്നതും അല്ലാഹുവിനെ ഏറ്റവും ഭയക്കുന്നതും ഞാനാണ്. കാരണം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ وكلما كانت الخشية أتم وكلما كان العلم به أتم كانت الخشية به أتم. എത്രമാത്രം അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവിൽ പൂർണ്ണതയുണ്ടാകുന്നോ അത്രമാത്രം അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാകും. അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ടാകുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് മാത്രമാണ്, മറ്റൊന്നിൽ നിന്നും അത് ഉണ്ടാകുകയില്ല. അതുകൊണ്ട് പണ്ഡിതന്മാരാണ് ആ പറഞ്ഞ ആളുകൾ. എന്നാൽ ഇന്ന് സുബ്ഹാനല്ലാഹ്, അവനോട് നീ അല്ലാഹുവിനെ കുറിച്ച് ചോദിക്കുക, അല്ലാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് ചോദിക്കുക, എന്തിനധികം അല്ലാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് നീ ചോദിക്കുക. അതിന്റെ അറബി പോലും മര്യാദക്ക് അവന് പറയാൻ അറിയില്ല. എന്നാൽ കൂടി അവൻ പറയുന്നു, ഇതാ ഈ പണ്ഡിതന്മാർ, ഭരണാധികാരികളുടെ കാലിലക്കുന്ന പണ്ഡിതന്മാർ, അവർ അല്ലാഹുവിനെ വഞ്ചിക്കുന്നവർ, ഉമ്മത്തിനെ വഞ്ചിക്കുന്നവരാണ്. അവൻ അല്ലാഹുവിനെ എന്തറിയാം? അവൻ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് എന്തറിയാം? അവനൊന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. എന്നാൽ സുബ്ഹാനല്ലാഹ്, അവന്റെ നാവ് അതിന് കിലോമീറ്ററുകളുടെ നീളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ ഇത്തരം ജാഹിലീങ്ങളിൽ നിന്ന്, റുവൈബിളത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അസ്സുമറിൽ ഇപ്രകാരം പറഞ്ഞു: ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ചോദിക്കുക അല്ലാഹുവിന്റെ റസൂലേ, ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ, അറിവുള്ള ആളുകളും വല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്ത ആളുകളും, പഠിച്ച ആളുകളും പഠിക്കാത്ത ആളുകളും, അവർ രണ്ടുപേരും സമമാകുമോ എന്ന് നീ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം മറ്റൊരു ആയത്തിൽ പറഞ്ഞു. സൂറത്തുൽ മുജാദിലയിൽ അല്ലാഹു പറഞ്ഞു: യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സ്ഥാനം നൽകിയിട്ടുണ്ട്, അവരുടെ സ്ഥാനം അല്ലാഹു ഉയർത്തി നൽകിയിട്ടുണ്ട്, വിശ്വസിച്ച ആളുകൾക്ക്. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അതോടൊപ്പം ഇൽമ നൽകിയ, അറിവുള്ള, പാണ്ഡിത്യമുള്ള, വിവരമുള്ള പണ്ഡിതന്മാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനങ്ങൾ ഉയർത്തി നൽകിയിട്ടുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കവേ ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളുടെ മേൽ സ്ഥാനം നൽകിയിട്ടുണ്ട്. കാഫിരീങ്ങൾ അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, മുനാഫിഖുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതിനു മേലെയാണ്, നരകത്തിനു മീതെ സ്വർഗത്തിലാണ് മുഅ്മിനീങ്ങൾക്കുള്ള സ്ഥാനം, വിശ്വാസികൾക്കുള്ള സ്ഥാനം. എന്നാൽ അവർക്കും മീതെയാണ് ഉലമാക്കൾക്കുള്ള സ്ഥാനം, പണ്ഡിതന്മാർക്കുള്ള സ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സ്വഹാബികൾ രണ്ടാളുകളെ കുറിച്ച് പറഞ്ഞു. ഒരാൾ ധാരാളം ഇബാദത്ത് ചെയ്യുന്നയാളാണ്, എന്നാൽ അയാൾക്ക് അറിവ് കുറവാണ്. മറ്റൊരാൾ അയാൾ അറിവുള്ള വ്യക്തിയാണ്, ഒരു ആലിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു: ഫദ്ലുൽ ആലിമി അലൽ ആബിദ് കഫദ്ലി അലാ അദ്നാകും. ഒരു പണ്ഡിതന്, ഒരു സാധാരണക്കാരനായ, ഒരു ഇബാദത്തുകളുമായി ഒതുങ്ങിക്കൂടുന്ന വ്യക്തിയുടെ മേലുള്ള ശ്രേഷ്ഠത കഫദ്ലി അലാ അദ്നാകും. സഹാബികളെ,
നിങ്ങൾക്കുമേൽ എനിക്കെത്ര ശ്രേഷ്ഠതയുണ്ടോ അത്ര ശ്രേഷ്ഠതയുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തുമാത്രം വലിയ ശ്രേഷ്ഠതയാണിത്. ഫദ്ലുൽ ആലിമി അലൽ ആബിദ് കഫദ്ലി അലാ അദ്നാകും. മറ്റു ചില റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ലുൽ ആലിമി അലൽ ആബിദ് കഫദ്ലിൽ ഖമറി ലൈലത്തുൽ ബദർ അലാ സായിറിൽ കവാകിബ്. ഒരു പണ്ഡിതന് ഒരു ഇബാദത്തുകൾ ചെയ്തു കൂടുന്ന ധാരാളം ഇബാദത്തുകളുള്ള ആളുകളേക്കാൾ ശ്രേഷ്ഠത എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ കഫദ്ലിൽ ഖമർ, ഒരു ചന്ദ്രന് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടോ, കഫദ്ലിൽ ഖമറി ലൈലത്തുൽ ബദർ, പൂർണ്ണ ചന്ദ്രനുള്ള രാത്രിയിൽ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെക്കാൾ ഒരു ചന്ദ്രന് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടോ അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് പണ്ഡിതന്മാർക്ക്. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠത ഏതുപോലെയാണ്? ചന്ദ്രനെ പോലെയാണ്. എന്നാൽ ഇബാദത്തുകൾ ചെയ്തുകൂടുന്ന മുഅ്മിനീങ്ങൾ അവർ നക്ഷത്രങ്ങളെ പോലെയാണ്. അതിൽ ധാരാളം സൂചനകളുണ്ട്. അശ്വാത്തിബി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഏറ്റവും നല്ല ഉപമയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാരെ ചന്ദ്രനോടാണ് ഉപമിച്ചത്. ചന്ദ്രന് വെളിച്ചം കിട്ടുന്നത് സൂര്യനിൽ നിന്ന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സൂര്യൻ. എത്രമാത്രം ചന്ദ്രന് സൂര്യനുമായി അടുപ്പമുണ്ടോ അത്രമാത്രം ചന്ദ്രന്റെ പ്രകാശം കൂടുതലായിരിക്കും. എത്രമാത്രം സൂര്യനിൽ നിന്ന് ചന്ദ്രൻ അകന്നു പോകുന്നുവോ അത്രമാത്രം അതിന്റെ പ്രകാശം കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാം, ചന്ദ്രൻ അതിന്റെ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ അത് വലുതായിക്കൊണ്ടിരിക്കും, ചെറുതായിക്കൊണ്ടിരിക്കും. അത് സൂര്യനോട് അടുക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ പ്രകാശം കൂടുതലുണ്ടാകും, അത് പൂർണ്ണചന്ദ്രനായി മാറും. എത്രമാത്രം അല്ലാഹുവിന്റെ റസൂലിനോട് പണ്ഡിതന്മാർ അടുക്കുന്നു അത്രമാത്രം അതിന് പ്രകാശമുണ്ടായിരിക്കും. മാത്രമല്ല, അശ്വാത്തിബി അദ്ദേഹം പറഞ്ഞു, ആകാശത്ത് നക്ഷത്രങ്ങൾ എണ്ണിയാൽ തീരാത്ത നക്ഷത്രങ്ങളുണ്ട്. അള്ളാഹുവിന് മാത്രം എണ്ണ പറയുന്ന രൂപത്തിൽ ധാരാളക്കണക്കിന് നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട്. എന്നാൽ ചന്ദ്രൻ അതൊന്നു മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് മുസ്ലിം ഉമ്മത്ത്. സാധാരണക്കാർ ധാരാളം ഉണ്ടായിരിക്കും, പണ്ഡിതന്മാർ വളരെ കുറച്ചാണ്. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഇതിലുള്ള മഹത്വം പോലും ചില ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഭീകരവാദ സംഘടനകളിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കൂ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കൂടുതലുമുള്ളത് മുജാഹിദീങ്ങളാണ്, ഉലമാക്കളല്ല. സുബ്ഹാനല്ലാഹ്, ഈ വിഡ്ഢിക്ക് മനസ്സിലായിട്ടില്ല. ഉലമാക്കൾ അവർ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ്, അവർ കുറച്ചാണ്. അതാണ് അവരുടെ ശ്രേഷ്ഠതയുടെ അടയാളം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ, അൽ ഫുറൂസിയത്തു ഫുറൂസിയതാൻ, ഫുറൂസിയത്തുൽ ഇൽമി വൽ ബയാൻ വഫുറൂസിയത്തുൽ ജിഹാദി വഫുറൂസിയത്തുസ് സൈഫി വസ്സിനാൻ. യുദ്ധം രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഇൽമു കൊണ്ടുള്ള യുദ്ധം, രണ്ട് വാളുകൊണ്ടുള്ള യുദ്ധം. ഇൽമു കൊണ്ടുള്ള യുദ്ധം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. കാരണം വാളുകൊണ്ടുള്ള യുദ്ധത്തിന് മുൻപ്, കാഫിറുകളുമായി യുദ്ധം ചെയ്യുന്നതിന് മുൻപ് അവർക്ക് ആദ്യം അറിവെത്തിച്ചു കൊടുക്കണം. ആദ്യം ഇൽമാണ് എത്തിച്ചു കൊടുക്കേണ്ടത്, എന്നിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഇൽമിന്റെ ആളുകൾ വളരെ കുറച്ചാണ്, എന്നാൽ മുജാഹിദീങ്ങൾ അവർ ധാരാളമുണ്ട്. വാളെടുത്ത് യുദ്ധം ചെയ്യുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ഇൽമു കൊണ്ട് യുദ്ധം ചെയ്യുന്നവർ അവർ വളരെ കുറച്ചാണ്. മാത്രമല്ല മുജാഹിദീങ്ങളെ ജിഹാദിലേക്ക് പറഞ്ഞയച്ചത്, അവർക്ക് ജിഹാദ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തത് ഉലമാക്കളാണ്. അവർ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇവർ യുദ്ധം ചെയ്തത്. അതല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ യുദ്ധം മനസ്സിലാകും? അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സഹീഫത്തു അൽ മുജാഹിദീന വൽ മുതസദ്ദിഖീൻ വൽ ആബിദീൻ കുല്ലുഹാ ഫീ സഹീഫത്തുൽ ഉലമ. മുജാഹിദീങ്ങളുടെ, സദഖ ചെയ്യുന്നവരുടെ, അതുപോലെ തന്നെ ഇബാദത്ത് ചെയ്യുന്ന എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ, അവരുടെ എല്ലാവരുടെയും അമലുകൾ പണ്ഡിതന്മാരുടെ ഏടുകളിലാണുള്ളത്.
കാരണം അവരാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അവർക്കാണ് കൂടുതൽ ശ്രദ്ധതയുള്ളത്. അതുകൊണ്ട് സഹോദര, പണ്ഡിതന്മാർക്കുള്ള ശ്രദ്ധത നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പിന്നിലാണ് നമ്മൾ ചരിക്കേണ്ടത്. ഇന്നാളുകൾക്കൊരു ചിന്ത വന്നിരിക്കുന്നു, ഞാനും ഖുർആനും സുന്നത്തും പിന്നെ ഞാനും. തഖ്ലീദിനെ എതിർത്ത് ആളുകൾ ഇന്ന് പൂർണ്ണ സ്വതന്ത്രവാദത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമാം അൽ-അൽബാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ, ഞാനും പിന്നെ ഖുർആനും സുന്നത്തും എന്ന് പറയുന്ന വാദത്തെക്കാൾ നല്ലത് തഖ്ലീദിനേക്കാൾ അപകടമുള്ളത് അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിയുടെ സുന്നത്തും പിന്നെ എന്റെ ബുദ്ധിയും എന്ന ചിന്താഗതിയാണ്. കാരണം ഒരാൾ ശരിയായി തഖ്ലീദ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ പിഴവുകൾക്ക് ഒരു അതിരുണ്ടായിരിക്കും, ഒരു പരിധിയുണ്ടായിരിക്കും. ഒരു മനുഷ്യൻ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തെ തഖ്ലീദ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അയാളുടെ പിഴവുകൾക്ക് ഒരു പരിധി ഉണ്ടായിരിക്കും. എന്നാൽ ഞാനും പിന്നെ ഖുർആനും സുന്നത്തും എന്ന് പറയുന്നവർ, സുബ്ഹാനല്ലാഹ്, അവന്റെ പിഴവുകൾക്ക് അറ്റമുണ്ടാവില്ല. അവന്റെ അബദ്ധങ്ങളായിരിക്കും അവന്റെ ശരികളെക്കാൾ എത്രയോ ഇരട്ടി കൂടുതൽ. അതുകൊണ്ട് സഹോദര, പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കുക എന്നത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഈ സന്ദർഭത്തിൽ, ഫിത്നയുടെ സാഹചര്യത്തിൽ പണ്ഡിതന്മാരുടെ വാക്കുകൾ കേൾക്കൽ നിർബന്ധമാണ് എന്നറിയിക്കുന്ന ചില തെളിവുകൾ മാത്രം വായിച്ച് നാം അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ ജാഅഹും അംറുൻ മിനൽ അംനി ഔൽ ഖൗഫി അദാഉ ബിഹി. അവർക്ക്, മുനാഫിഖുകൾക്ക് എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ, നിർഭയത്വമുള്ളതായിട്ടോ അതല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതോ ആയ എന്തെങ്കിലും വാർത്ത കിട്ടിയാൽ അദാഉ ബിഹി, അതവർ നാട് മുഴുവൻ പ്രചരിപ്പിക്കും. അല്ലാഹു പറയുന്നു, വലൗ റദ്ദൂഹു ഇലാ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും. അവരത് അല്ലാഹുവിന്റെ റസൂലിലേക്ക് മടക്കിയിരുന്നെങ്കിൽ, അവരത് ഉലമാക്കളിലേക്ക് മടക്കിയിരുന്നെങ്കിൽ, ഉലുൽ അംറിലേക്ക് മടക്കിയിരുന്നെങ്കിൽ, ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. തങ്ങൾ കേട്ട വാർത്തയിൽ നിന്ന് പല കാര്യങ്ങളും നിഗമനം ചെയ്തെടുത്ത ആളുകൾ, അവർക്കതിന്റെ സത്യാവസ്ഥ മനസ്സിലാകുമായിരുന്നു. ഇന്ന് ആളുകൾ പേപ്പർ വായിക്കും, എന്നിട്ട് അതിൽ നിന്നും അവന് മനസ്സിലായത് എന്താണോ, പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഇന്നുവരെ കേട്ടിട്ടുള്ള ഖുർആനായത്തും ഹദീസും അതൊക്കെ ഇതുമായിട്ട് ടച്ച് ചെയ്യും. എന്നിട്ട് പിന്നെ അവനെന്താണോ തോന്നിയത് അതനുസരിച്ച് അവൻ പ്രവർത്തിക്കും. ഇത് ഫിത്നയാണ്, പ്രത്യേകിച്ച് ഇതൊരു ഫിത്നയാണ്. അള്ളാഹു പറയുന്നു, അങ്ങനെ അവർ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതാണ് അവർക്ക് ഖൈറായിട്ടുള്ളത്. ഇന്ന് സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന ഫിത്നകൾ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. ദീനുമായി ബന്ധപ്പെട്ട, മതവുമായി ബന്ധപ്പെട്ട ഹലാൽ ഹറാമുകൾ, ഇത്തരം വിഷയങ്ങളിലുള്ള കാര്യം മാത്രമല്ല ഞാൻ പറയുന്നു. പ്രത്യേകിച്ച് കൂടുതൽ അതിനേക്കാൾ ഗൗരവമുള്ളത് മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ഫിത്നകളാണ്. പരസ്പരമുള്ള ഇടപാടുകളിലുള്ള പ്രശ്നങ്ങളാണ്. യുദ്ധവും സമാധാനവും പോലുള്ള കാര്യങ്ങളാണ്. ഒരു മുസ്ലിമിന്റെ കഴുത്തറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മതയോടുകൂടി കാലുകൾ വെക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖാറൂൻ വലിയ തമ്മാടിയായിരുന്നു. ഖാറൂൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവനാണ്. അയാൾ വലിയ സമ്പാദ്യമുണ്ടായിരുന്നു. അയാളെ കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു, അയാൾ ജനങ്ങളുടെ അടുക്കലേക്ക് പുറത്തേക്കിറങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞു, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഖാറൂനിന് കിട്ടിയതുപോലെ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ എന്തൊരു നല്ല കാര്യമാകുമായിരുന്നു എന്നവർ പറഞ്ഞു. അല്ലാഹു പറയുന്നു, ഇത് കണ്ടപ്പോൾ വഖാല അല്ലദീന ഊതുൽ ഇൽമ വൈലകും സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സാലിഹാ വലാ യുലഖാഹാ ഇല്ല സാബിറൂൻ. അവരുടെ ഈ വർത്തമാനം കേട്ടപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, അറിവുള്ളവർ, ജനങ്ങൾ ഖാറൂനിൽ ലഭിച്ച സമ്പാദ്യം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഞങ്ങൾക്കും അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിച്ചുപോയി. ആളുകൾ ആഗ്രഹിക്കാറുള്ളതുപോലെ. എന്നാൽ പണ്ഡിതന്മാർ, അവർക്ക് കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായി. അവർ പറഞ്ഞു,
വൈലക്കും നിങ്ങൾക്ക് നാശം, സവാബുല്ലാഹി ഖൈർ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമാണ് കൂടുതൽ നല്ലത്. എന്താണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം? ചിലർ വിചാരിക്കും സ്വർഗമാണ് എന്ന്. അത് മാത്രമല്ല, പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രതിഫലം എന്നാൽ അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലൂടെ ദുനിയാവിൽ ലഭിക്കുന്ന മാനസികമായ സ്വസ്ഥതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളവർക്ക് നൽകുന്ന മനസ്സമാധാനമാണ്, റാഹത്താണ്, ഈമാനാണ്, തുമഅനീനത്താണ് ഈ പണത്തെക്കാൾ നല്ലത്. അതാണ് കൂടുതൽ ഖൈറായിട്ടുള്ളത്. ഉലമാക്കൾ കാര്യം മനസ്സിലാക്കി. ഇതാ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഖാറൂൻ നശിച്ചുപോയി. അവനും അവന്റെ സമ്പാദ്യങ്ങളും ഭൂമിക്കടിയിലേക്ക് അള്ളാഹു ആഴ്ത്തിക്കളഞ്ഞു. അപ്പോൾ ഇന്നലെ വരെ ഖാറൂനിന്റെ പണം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ അവർ പറഞ്ഞു, وأصبح الذين تمنوا مكانه بالأمس يقولون ويكأن الله يبسط الرزق لمن يشاء من عباده. ഇന്നലെ വരെ അവന്റെ സ്ഥാനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകൾ ഇന്ന് പറയാൻ തുടങ്ങി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുകയാണ് എന്നാണ് തോന്നുന്നത്. لولا أمن الله علينا لخسف بنا. അള്ളാഹു നമ്മുടെ മേൽ ഔദാര്യം ചൊരിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളും ആ ആഴ്ത്തപ്പെട്ടതിൽ പെട്ടുപോകുമായിരുന്നു. وَيْكَأَنَّهُ لَا يُفْلِحُ الْكَافِرُونَ. കാഫിരീങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല എന്നതുപോലെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇന്നലെ വരെ അത് ആഗ്രഹിച്ച ആളുകൾ അവർക്ക് ഇന്ന് മനസ്സിലായി അത് ഫിത്നയായിരുന്നു എന്ന്. സലഫുകൾ പറഞ്ഞത് എത്ര സത്യമാണ്. അൽ ഫിത്നതു ഇദാ അഖ്ബലത് അറഫഹ അൽ ആലിം. ഒരു ഫിത്ന അത് മുന്നിട്ട് വരുന്ന സന്ദർഭത്തിൽ ആലിമീങ്ങൾക്ക് മനസ്സിലാകും ഇത് ഫിത്നയാണ്. വഇദാ വല്ലത് വഅദ്ബറത് അറഫഹ കുല്ലു ജാഹിൽ. എന്നാൽ ആ ഫിത്ന അത് എല്ലാ പ്രശ്നവും ഉണ്ടാക്കി അത് തിരിച്ചുപോയാൽ, അത് അവസാനിച്ചു കഴിഞ്ഞാൽ അറഫഹ കുല്ലു ജാഹിൽ, എല്ലാ ജാഹിലിനും മനസ്സിലാകും ഇത് ഫിത്നയായിരുന്നു. അന്ന് എല്ലാ വിഡ്ഢികളും പറയും അതൊരു ഫിത്നയായിരുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര ശരിയാണ് പറഞ്ഞത്. ഫിത്ന വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർ അവരിങ്ങനെ തുറച്ചു നോക്കും, അവരിങ്ങനെ അതിനെ പുകഴ്ത്താൻ അവരുടെ നാവ് ഇങ്ങനെ വെമ്പിക്കൊണ്ടിരിക്കും. പണ്ഡിതന്മാർ അവരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും, അവർ കേൾക്കുകയില്ല. ഏതുപോലെ അൽ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ഭരണകാലഘട്ടത്തിൽ ഇബ്നുൽ അശ്അസിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം ഹജ്ജാജിന്റെ ക്രൂരതകൾക്കെതിരെ പോരാടാൻ വേണ്ടി സൈന്യമുണ്ടാക്കി. അങ്ങനെ അക്കാലഘട്ടത്തിലെ പണ്ഡിതനായ അൽ ഹസനുൽ ബസ്രി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചില ആളുകൾ വന്നു. എന്നിട്ട് ചോദിച്ചു, ആ ഷെയ്ഖ്, അദ്ദേഹത്തിന് വയസ്സായിരുന്നു, അദ്ദേഹത്തോട് ചോദിച്ചു, ഹേ അൽ ഹസനുൽ ബസ്രി, ഇതാ ചില ആളുകൾ ഹജ്ജാജിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഹജ്ജാജ് ചെയ്യുന്ന ഫിത്ന എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങൾ അവരുടെ കൂടെ യുദ്ധത്തിന് ചേർന്നുകൊള്ളട്ടെ. അൽ ഹസനുൽ ബസ്രി അദ്ദേഹം അവരെ തടഞ്ഞു, പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞു, മാലി ഹാദ ഷെയ്ഖ്, ഈ വയസ്സൻ എന്തു പറ്റി, അവന് കാര്യങ്ങൾ മനസ്സിലാകാതെ പോയിരിക്കുന്നു എന്നവർ പറഞ്ഞു. അങ്ങനെ അവർ യുദ്ധത്തിന് പുറപ്പെട്ടു. ഹജ്ജാജിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഇബ്നുൽ അശ്അസിനെയും കൂട്ടരെയും തകർത്ത് കളഞ്ഞു. അവർ തോറ്റ് പിന്നോടേണ്ട അവസ്ഥ വന്നു. പിൽക്കാലഘട്ടത്തിൽ ചില ആളുകൾ പറയുകയാണ്, അൽ ഹസനുൽ ബസ്രിയോടൊപ്പം പഠിച്ച പണ്ഡിതന്മാരായ ആളുകൾ അവർ പറയുകയാണ്, ഇബ്നുൽ അശ്അസിന്റെ ഫിത്ന വന്ന സന്ദർഭത്തിൽ ഹസനുൽ ബസ്രി തീരെ അറിയപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു ഹജ്ജാജിന്റെ ഭരണകാലഘട്ടത്തിൽ. എന്നാൽ ആ ഫിത്ന നശിച്ചതോടുകൂടി അൽ ഹസനുൽ ബസ്രി അദ്ദേഹം മുസ്ലിമീങ്ങളുടെ ഇമാമായി ഉയർന്നു വരുന്ന അവസ്ഥയുണ്ടായി. സാധാരണക്കാർ, നമ്മളെപ്പോലുള്ള ആളുകൾ, നാം മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാരുടെ വാക്കുകളിലാണ് സഹോദര സുരക്ഷയുള്ളത്. പ്രത്യേകിച്ച് ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ ഒരുമിച്ച് പറയുന്ന സന്ദർഭത്തിൽ, അത്തരം സന്ദർഭത്തിൽ നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഉദ്റുണ്ട്. ഏറ്റവും കുറഞ്ഞത് നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഉദ്റുണ്ട്. അവർക്ക് അബദ്ധം പറ്റിയാൽ പോലും ഞാൻ പണ്ഡിതന്മാരുടെ വാക്കുകളാണ് കേട്ടത് എന്നെങ്കിലും നിനക്ക് പറയാം. അതുകൊണ്ട് സഹോദര, ഈ കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കാൽവെപ്പുകൾ പണ്ഡിതന്മാരുടെ വാക്കുകൾക്കെതിരാകാതിരിക്കട്ടെ. ആളുകളെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഹക്കിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ കാലഘട്ടത്തിലും ഫിത്നകൾ വന്നുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫിത്നകൾ അത് ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കും.
ആ സന്ദർഭത്തിൽ അതിൽ നിന്ന് രക്ഷ തേടാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. ഫിത്നയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവൻ. നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, ഫിത്നയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവൻ അവനാണ് ഭാഗ്യവാൻ. ഫിത്നയിൽ നിന്ന് അകന്നു നിന്നവൻ എന്നല്ല, ഫിത്നയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവൻ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഇല്ലാതെ ഫിത്നയിൽ നിന്ന് ഒരിക്കലും അകന്നു നിൽക്കാൻ കഴിയില്ല. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ അല്ല. അതുകൊണ്ട് സഹോദര, ഫിത്നയുടെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ കേൾക്കുക. അൽ ബറകതു മഅ അകാബിരിക്കും, നിങ്ങളിൽ പ്രായമുള്ളവരോടൊപ്പമാണ് നിങ്ങളുടെ ബറക്കത്തുള്ളത്. അവരുടെ വാക്കുകൾ കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും മുസ്ലിം ഉമ്മത്തിനെയും ഫിത്നകളിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് പരിപൂർണമായ ഇസ്സത്തിലേക്ക് തിരിച്ചു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.